ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ചാനൽ ദയണമേ ചെയ്യുക. ജീവിതം ചിലപ്പോൾ വളരെ ഭാരമായി തോന്നും. ചിലപ്പോൾ വാക്കുകൾ വരുന്നതിനു മുമ്പേ കണ്ണുനീർ വരും. ചിലപ്പോൾ നെഞ്ചിലെ വേദന ഒരിക്കലും മാറിപ്പോകില്ലെന്ന് തോന്നും. ചിലപ്പോൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പോലും പറയാൻ വാക്കുകളില്ലാതെ നിശബ്ദത മാത്രമായിരിക്കും. ചിലപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ചിരിക്കും, പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ തകർന്നു വീഴും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഇനി എത്ര കാലം? എനിക്ക് ഇനിയും എത്ര സഹിക്കണം? എന്തുകൊണ്ട് ഞാൻ? എന്തുകൊണ്ടാണ് അല്ലാഹു ഇത് എനിക്ക് അനുവദിക്കുന്നത്? എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ശ്രദ്ധിച്ചു കേൾക്കൂ. അല്ലാഹുവിന് അറിയാം. മനുഷ്യർക്കല്ല, ലോകത്തിനല്ല, നിങ്ങളെ വിധിക്കുന്നവർക്കല്ല, നിങ്ങളെ വിട്ടുപോയവർക്കല്ല, അല്ലാഹുവിന് അറിയാം. അല്ലാഹു പറയുന്നു, നിന്റെ ഹൃദയം മന്ത്രിക്കുന്നതുപോലും നിന്റെ റബ്ബിന് അറിയാം. നിങ്ങൾ ഉറക്കെ പറയുന്നതല്ല, ഞാൻ സുഖമാണ് എന്ന് നടിക്കുന്നതുമല്ല, മറിച്ച് അല്ലാഹുവിന് മാത്രം കേൾക്കാൻ കഴിയുന്ന ഹൃദയത്തിന്റെ നിശബ്ദ മന്ത്രണങ്ങൾ പോലും അവനറിയാം. നിങ്ങൾ രാത്രികളിൽ കരഞ്ഞ ഓരോ കണ്ണീരും അല്ലാഹു കണ്ടു. തകർന്നുപോകണമെന്ന് തോന്നിയിട്ടും സ്വയം പിടിച്ചുനിന്ന ഓരോ നിമിഷവും അവൻ കണക്കാക്കി. നിങ്ങളുടെ ഓരോ കണ്ണീരും അവന്റെ അറിവിലുണ്ട്. ചിലപ്പോൾ അല്ലാഹു നിങ്ങളുടെ ഹൃദയം തകർക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ച് പുതുതായി പടുത്തുയർത്താനാണ്. ചിലപ്പോൾ നിങ്ങളുടെ ദുആ വൈകിപ്പിക്കുന്നത് നിങ്ങളെ ശിക്ഷിക്കാനല്ല, നിങ്ങൾ ചോദിച്ചതിലും മികച്ചത് നൽകാനാണ്. ചിലപ്പോൾ ചില ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത് നിങ്ങളെ ഏകാകിയാക്കാനല്ല, നിങ്ങൾ കാണാത്ത ഒരു ദോഷത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ്. ചിലപ്പോൾ ജീവിതം പ്രയാസകരമാക്കുന്നത് നിങ്ങൾ വീണ്ടും അവനിലേക്ക് മടങ്ങിവരാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം, വേദനയിലായിരിക്കാം. പക്ഷേ ഇത് വ്യക്തമായി കേൾക്കൂ, മുന്നിൽ വരുന്നത് ഇതിലും മികച്ചതാണ്. അല്ലാഹു പറയുന്നു, നിന്റെ റബ്ബ് നിനക്ക് നൽകും, അപ്പോൾ നീ പൂർണ്ണ സംതൃപ്തനാകും. ഈ വാഗ്ദാനം ഹൃദയത്തിൽ എഴുതിവെക്കൂ. ഒരുപക്ഷേ എന്നല്ല, പ്രതീക്ഷിക്കാം എന്നല്ല, നീ സംതൃപ്തനാകും. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പരീക്ഷണം യാദൃച്ഛികമല്ല, അർത്ഥമില്ലാത്തതുമല്ല, അത് ശിക്ഷയുമല്ല, അത് ഒരു തയ്യാറെടുപ്പാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾക്കായി അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുകയാണ്. അനുഗ്രഹം വരുമ്പോൾ അതിന്റെ വില മനസ്സിലാക്കാൻ അവൻ നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുന്നു. നിങ്ങളെ ദോഷകരമായതിൽ നിന്ന് അകറ്റുന്നു. നിങ്ങളുടെ വിജയം വരുമ്പോൾ അത് അല്ലാഹുവിൽ നിന്നാണെന്ന് നിങ്ങളുടെ ഹൃദയം മറക്കാതിരിക്കാൻ അവൻ നിങ്ങളെ ശക്തരാക്കുന്നു. അതിനാൽ ഇന്ന് വേദനിക്കുന്നുവെങ്കിൽ പ്രത്യാശ കൈവിടരുത്. നിങ്ങൾ തകർന്നുവെന്ന് തോന്നിയാൽ അല്ലാഹു നിങ്ങളെ മറന്നുവെന്ന് കരുതരുത്. നിങ്ങൾ ദുർബലനാണെന്ന് തോന്നിയാൽ അല്ലാഹു നിങ്ങളിൽ നിന്ന് അകന്നുവെന്ന് വിചാരിക്കരുത്. ഏറ്റവും ഇരുണ്ട രാത്രി പലപ്പോഴും പുലരിക്കു തൊട്ടുമുമ്പാണ്. ഏറ്റവും പ്രയാസമുള്ള അധ്യായത്തിന് ശേഷമാണ് പലപ്പോഴും ഏറ്റവും മനോഹരമായ അവസാനമുണ്ടാകുന്നത്. അതുകൊണ്ട് ഉറച്ചുനിൽക്കൂ. ദുആ ചെയ്യൂ. നമസ്കാരം മുറുകെ പിടിക്കൂ. പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. പതുക്കെയായാലും മുന്നോട്ട് നടക്കൂ. കാരണം ഉടൻ തന്നെ നിങ്ങൾ തിരിഞ്ഞുനോക്കി പറയുന്ന ഒരു ദിവസം വരും, അല്ലാഹു എന്നെ ആ വേദനയിലൂടെ നടത്താതിരുന്നുവെങ്കിൽ ഈ അനുഗ്രഹം ഞാൻ ഒരിക്കലും നേടിയേനെ. നിങ്ങളുടെ കഥ ഇതോടെ അവസാനിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കായി ഇതിനകം എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ആശ്വാസം വഴിയിലാണ്. നിങ്ങളുടെ കണ്ണീരിന്റെ കാലം അവസാനിക്കാനിരിക്കുകയാണ്. വരാനിരിക്കുന്നത് സമാധാനമാണ്, സൗഖ്യമാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാതിലുകൾ തുറക്കുന്നതാണ്. ഹൃദയത്തിന് വീണ്ടും ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നതാണ്. അതിനാൽ ധൈര്യമായിരിക്കുക. അല്ലാഹുവിന് നിങ്ങളുടെ വേദന അറിയാം. നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ നിമിഷത്തിനും അർഹമായ നന്മയാണ് വരാനിരിക്കുന്നത്.